അപ്പച്ച എത്ര വർഷമായി അപ്പച്ച എങ്ങനെ കട ഇവിടെ തുടങ്ങിയിട്ട്? നമ്മുടെ ഇത് പാലയല്ല പാല? അതെ, പാലായാലിപ്പം കട തുടങ്ങിയിട്ട് 50 വർഷവും അതിക്ക് മേലെയായി. 50 വർഷത്തിന് മേലെ. അപ്പൊ അപ്പച്ചന്റെ ഏത് പ്രായത്തിലാ ഇവിടെ ഒരു കട? എന്റെ പ്രായത്തിൽ എന്ന് പറഞ്ഞാല് ഞാൻ കുറച്ചാള് ബസ്സിലായിരുന്നു ആദ്യ കാലങ്ങളിൽ. ഇപ്പൊ എനിക്ക് 88 വയസ്സുണ്ട്. 88? അടിപൊളി. അപ്പൊ ആയത് കാലത്തും ഇപ്പോഴും എനർജിക്കിറ്റ് ആണ് അല്ലേ? അപ്പൊ ചെറുമക്കളൊക്കെയോ? ചെറുമക്കള് എനിക്ക് ഒരു മകനേ ഉള്ളേ. നാളും പെണ്ണുമൊക്കെ. അവൻ വാട്ടർ അതോറിറ്റിയില്ല ജോലി ആണല്ലേ? വെള്ളം കുടിപ്പിലും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പച്ച അപ്പൊ എങ്ങനെയുണ്ട് ഇവിടെ കച്ചവടം കാര്യങ്ങൾ എങ്ങനെയുണ്ട്? ഇവിടെ കച്ചവടമൊക്കെ നമ്മുടെ സ്വന്തമായിട്ടുള്ള പരിപാടി ആവുന്നുണ്ട്. നേരത്തെ സോഡ ഫാക്ടറി ആയിരുന്നു, നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് ഈ കുപ്പി മറ്റു സോഡയുടെ കുപ്പി വരവ് നിന്നുപോയി. അതായത് ഈ കുപ്പി വരവ് നിന്നുകൊണ്ട് ഞാൻ സപ്ലൈ നിർത്തി ജോലിക്കാരെയൊക്കെ പിരിച്ചുവിട്ട്. ഇപ്പൊ ഞാനാണ് നിർമ്മാതാവും. അപ്പോൾ പ്രൊഡ്യൂസർ എല്ലാം ഇവിടെ തന്നെ. അതെ. അപ്പോൾ ഞാൻ ചോദിച്ചിട്ട് അപ്പം നിലവിൽ എങ്ങനെയുണ്ട് കച്ചവടം കാര്യങ്ങൾ എങ്ങനെയുണ്ട് ഇപ്പം നിലവിൽ നമ്മുടെ ഇവിടുത്തെ ഒരു ഇത് വെച്ചിട്ട്? കുഴപ്പമില്ല. സ്ഥിരമായിട്ട് വരുന്നവരും ഉണ്ടല്ലേ? സ്ഥിരമായിട്ട് വരുന്നു. നമുക്ക് ഇത് നാരങ്ങ വെള്ളത്തിൻ്റെ ഈ പരിപാടി ഇതുപോലെ മുട്ടായി ഉള്ളത് പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള മുട്ടായി. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് അപ്പച്ചൻ്റെ നാരങ്ങ വെള്ളം കുടിക്കാനാണ് തോന്നുന്നു കൂടുതലൂടെ തന്നെ തോന്നുന്നു ആൾക്കാരല്ലേ? അല്ലേ? ഇതിന് വെറൈറ്റി തന്നെ ഉള്ളത് നമ്മൾ നോർമൽ ഉണ്ടാക്കണ പോലെ അല്ലല്ലോ ഇത് നോർമൽ പോലെ. അന്ന് കൂട്ടൊന്ന് പറയാവോ? ഇതിൻ്റെ അത് കൂട്ട് ഒരു സംഗതി സീക്രട്ട് അത് പറയല്ല. അതിന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇതുപോലെ തന്നെ കാര്യം നിസ്സാരം പ്രശ്നം എഴുതരാം. ഓക്കെ. അത് കച്ചവടം ബാധിക്കട്ടല്ലോ. ശരിയാ. അത് ആ കൂട്ട രഹസ്യമായിട്ടിരിക്കട്ടെ. ആ രഹസ്യം നമ്മുടെ ഒരു ബിസിനസ് അല്ലേ? അത് അതുകൊണ്ടല്ല തീർച്ചയായിട്ടും എല്ലാവരും നല്ല തൃപ്തിയായിട്ടാണ് പോണത്. ആരും എന്ന് പറയാറില്ല. ഞാനിവിടെ തന്നെ വരാൻ പോയിന്റ് തന്നെ അറിയോ? കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ വന്നപ്പോഴും അപ്പച്ചൻ്റെ അടുത്ത് വന്ന് അപ്പച്ചൻ എന്നോട് നമ്മൾ നാരങ്ങവെള്ളം കുടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത്. അപ്പച്ചന് ഇതിൽ ഓർമ്മയില്ലാത്തതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ. അതേ പറഞ്ഞേ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പം വളരെ ശരിയാ. അതുകൊണ്ട് അതിന് പൈസ അല്ല തീർച്ചയായിട്ടും പറ്റിയാണ്. എല്ലാവരും കഴിച്ചിട്ട് പോകുന്നു. പുറത്തുള്ളവരെല്ലാം വരുന്നുണ്ട്. പുറത്തുള്ളവരിവിടെ വരുമ്പോൾ ഇപ്പോഴും മരങ്ങാട്ടുപള്ളിയിൽ നിന്ന് ഒരു 5 പേര് വന്നു. 5 പേര് കുടിച്ച് പുള്ളിക്കാരി ഒരു പുറത്തേക്കും പോയിട്ട് അവർ ഇപ്പോൾ ടൗണിൽ പോയിട്ട് ഷോപ്പ് ചെയ്ത് ഉടനെ ഇനി വന്നിട്ട് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു മുമ്പ് എടുത്ത പോലെ 5 എണ്ണം കൂടെ എടുത്ത പോലെ. അതാണല്ലേ? അവർ കുടിച്ചപ്പോൾ അങ്ങ് മാറി വരും. ഈ നാരങ്ങ വെള്ളത്തിന് വെറൈറ്റി പേരൊന്നും ഇല്ലല്ലോ. നാരങ്ങ വെള്ളം തന്നെ നമ്മൾ പറയണം. അതിന് വേറെ അല്ല നമ്മൾ എഴുതിയിട്ടുണ്ട്. ആ ബോർഡിലുണ്ട്. ആണല്ലേ? എഴുതി വെച്ചിട്ടുണ്ട്. ആ ബോർഡിൽ ആ ബോർഡിൽ എഴുതി പട്ട് സോഡ ഇഞ്ചി നാരങ്ങ. അപ്പൊ നമ്മുടെ ബോർഡിലൊക്കെ പട്ട് സോഡ ഇഞ്ചി മാത്രമേ ഉള്ളൂ. നാരങ്ങ വെള്ളമൊന്നോ ഇതൊന്നും വേറെ. അന്ന് നോക്കട്ടെ, ഇരിച്ചു നോക്കട്ടെ ഒന്നോടെ. രണ്ടാമത്തെ പ്രാവശ്യം അന്നത്തെ പോലെ ആണോ എന്നല്ലേ? പിന്നെ അത് മാറ്റം ഉണ്ടാവിരിക്കില്ലല്ലോ. അല്ലെങ്കിൽ ഞാനിവിടെ തന്നെ വരുമല്ലോ. മാറ്റം വരില്ല. മാറ്റം ഒരിക്കലും വരില്ല. ഇത് അടിപൊളി. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സംഗതി അതല്ലേ. നമ്മൾ മലയാറ്റിൽ 4 പേര് വന്നിട്ടാണെങ്കിൽ അവര് ഇപ്പോൾ എനിക്കിപ്പോൾ 88 വയസ്സായി. 88 വയസ്സ്. എത്ര വർഷമായെന്ന് പറയുമ്പോൾ? ഇതിപ്പോൾ 60 വർഷത്തോളമായി. 50 കഴിഞ്ഞു. 60 ആയില്ല. 60 എന്ന് പറഞ്ഞാൽ അതിന് മുമ്പൊക്കെ തുടങ്ങി വെച്ചിരുന്നു. ഇതിൻ്റെയൊക്കെ ശരിയായ പരിപാടി സോഡ ഫാക്ടറി നിർത്തിയതിന് ശേഷമാണ് ഇങ്ങനെയുള്ള പരിപാടി വന്നത്. ഇതിലൊരു എന്റർടൈൻമെന്റ് ഉണ്ട്. പുതിയ ആൾക്കാരൊക്കെ അല്ലേ കാണാനും സംസാരിക്കാനും അല്ലേ? ഞായറാഴ്ച ദിവസം കുട്ടികളെ കൊണ്ടുവരും. ഈ പട്ടുസോള കാണിച്ചു കൊടുക്കും. ആണല്ലേ? ഇതൊന്ന് പൊട്ടിക്കണത് ആ സൗണ്ട് ഒന്ന് കേൾക്കണം. അതാ അവരെ മെയിനായിട്ട്. ആണല്ലേ? അങ്ങനെയൊക്കെ പിള്ളേരെ കൊണ്ട് വരുന്നത് അവർക്കൊരു ഹാപ്പി. നമുക്കും തോന്നാറോ അവർക്ക് തോന്നുന്നു.